വയസ്സ് 11. നേടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. കരിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സ്വന്തമായി സ്റ്റാർട്ടപ്പും. പറഞ്ഞത് 11 വയസ്സ് തന്നെയല്ലേ എന്ന് സംശയിക്കുന്നുണ്ടോ? സംശയിക്കേണ്ട. കണ്ണൂർ കാഞ്ഞിരോട് KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹാനി നവാസ്. സ്കൂൾ പഠനവും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന ഇഷ്ട കരിയറും സ്വന്തം സ്റ്റാർട്ടപ്പും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കൊച്ചുമിടുക്കൻ ഒഴിവുവേളകളിൽ വിദ്യാർത്ഥികളെ വെബ് ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്ന മാസ്റ്റർ ട്യൂട്ടർ കൂടിയാണ്. വീഡിയോ ഗെയിം കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒപ്പം ലോക റെക്കോർഡും സ്വന്തമായൊരു സ്റ്റാർട്ടപ്പും. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ തൽപരനായിരുന്ന ഹനി തൻ്റെ 3ാം ക്ലാസ് മുതൽ തന്നെ ടെക്നോളജി പഠനം തുടങ്ങിയിരുന്നു. അതും ടാൽട്രോപ്പിൻ്റെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമായ സ്റ്റെയ്പ്പിൽ നിന്നും 4 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നേടിയാണ് ഹനി പഠിച്ചത്. സ്റ്റെയ്പ്പിൻ്റെ 3 വർഷത്തെ ടെക് സ്കൂളിംഗ് പ്രോഗ്രാമിലായിരുന്നു ജോയിൻ ചെയ്തത്. 25,000 രൂപ സ്കോളർഷിപ്പോട് കൂടിയാണ് ഞാൻ സ്റ്റെയ്പ്പിലെ പഠനം പൂർത്തിയാക്കിയത്. ഏകദേശം 2 മാസം കൊണ്ട് തന്നെ സ്റ്റെയ്പ്പിലെ എല്ലാ കോഴ്സും കംപ്ലീറ്റ് ചെയ്ത എനിക്ക് യങ്ങസ്റ്റ് വെബ് ഡെവലപ്പർ എന്ന ടൈറ്റിലിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടി. വെബ് ഡെവലപ്പർ ആയിരിക്കെ സ്വന്തമായൊരു സ്റ്റാർട്ടപ്പും കൂടി വികസിപ്പിച്ചെടുത്തു ഈ കൊച്ചുമിടുക്കൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൂട്ടുകാർക്കൊപ്പം ചേർന്ന് പ്യൂർലിങ്ക് എന്ന ബ്ലഡ് ഡൊണേഷൻ സർവീസ് സ്റ്റാർട്ടപ്പിന് തുടക്കമിട്ടത്. ടെക്നോളജിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി പ്യൂർലിങ്കിലൂടെ രക്തം ആവശ്യമുള്ള വ്യക്തികളെ തൊട്ടടുത്തുള്ള ദാതാക്കളുമായി ബന്ധിപ്പിച്ച് രക്തദാന പ്രക്രിയ വേഗത്തിലും എളുപ്പത്തിലുമാക്കുകയാണ് ഹനി നവാസും കൂട്ടുകാരും ലക്ഷ്യമിടുന്നത്. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ടെക്നോളജിയിൽ പരിചയപ്പെട്ട ഫ്രണ്ട്സും ഞാനും ഒക്കെ കൂടി ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ബ്ലഡ് ഡൊണേഷൻ സർവീസ് ആയിരുന്നു അത്. അതിപ്പോൾ സക്സസ്ഫുള്ളി ടാൽട്രോപ്പിൽ റൺ ചെയ്യുന്നുണ്ട്. പ്യൂർലിങ്ക് എന്നാണ് അതിൻ്റെ പേര്. ചെറുപ്രായത്തിൽ അഭിരുചികൾ തിരിച്ചറിയാനും പഠനത്തോടൊപ്പം തന്നെ ആവശ്യമായ ടെക്നോളജി ട്രെയിനിങ്ങും നേടാൻ സാധിച്ചതാണ് ഹാനിയുടെ വിജയക്കുതിപ്പിന് ഊർജ്ജമായത്. ഹാനി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ സ്കൂളിൽ ടെക് സ്കൂളിൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ടാൽട്രോപ്പിൻ്റെ ടീം വരികയും അവൻ എന്നോട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു ആഗ്രഹം പറയുകയുണ്ടായി. ആദ്യം തന്നെ അവനിതിൽ എത്രത്തോളം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഡൗട്ടുള്ളത് കാരണം ആദ്യത്തെ 6 മാസം കംപ്ലീറ്റ്ലി അവൻ മൊബൈലിൽ തന്നെയാണ് ഈ കോഡിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ ചെയ്തത്. പിന്നെ 6 മാസം കഴിഞ്ഞ് അവൻ്റെ ഒരു ഇൻട്രസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുകയും പിന്നെ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവന് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലൊരു പരിധിവരെ ഈ കാര്യത്തിൽ ഇവൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ടാൽട്രോപ്പിൻ്റെ ഒരു ശക്തമായ ഒരു IT ടീം തന്നെ ഇവൻ്റെ പിറകിലുണ്ട്. അതേപോലെ മെൻറ്റേഴ്സൊക്കെ എനി ടൈം ഒരു 24/7 എന്ന് പറയുന്ന പോലെ തന്നെ ഇവൻ്റെ മെൻറ്റേഴ്സാണ് ഇവനെ ഈ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സ്കൂൾ പഠനത്തിനൊപ്പം തന്നെ സ്വന്തം കരിയറും വികസിപ്പിച്ചെടുക്കുകയെന്ന രീതി വിദ്യാർത്ഥികൾക്കിടയിൽ ട്രെൻഡായി മാറിയിട്ടുണ്ട്. പഠനത്തോടൊപ്പം ടെക്നോളജി പഠനവും കരിയർ സ്വപ്നങ്ങളുമൊക്കെയായി ഹാപ്പിയാണ് പുതുതലമുറ. ഹാനി നവാസ് KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ടെക് ടു സ്കൂൾ പ്രോഗ്രാമിലൂടെയാണ് ഹാനി നവാസ് ഈ സംരംഭത്തിലേക്ക് വന്നത്. സ്റ്റെയ്പ്പ് എന്ന എഡ്യൂടെക് പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ യങ്ങസ്റ്റ് വെബ് ഡെവലപ്പർ എന്ന വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ടാൽട്രോപ്പിൻ്റെ സ്റ്റെയ്പ്പ് എന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമിനെ കേരളത്തിന് പരിചയപ്പെടുത്തിയത്. 11ാം വയസ്സിൽ ഈ സ്റ്റെയ്പ്പിൻ്റെ മാസ്റ്റർ ട്യൂട്ടേഴ്സ് പൂളിൽ അംഗമാവാൻ ഹാനിക്ക് കഴിഞ്ഞു. 9ാം വയസ്സിലാണ് ഞാൻ ഹാനിയെ പരിചയപ്പെടുന്നത്. ടെക്നോളജിയിൽ അതിയായ താല്പര്യമുള്ള ഒരു ചെറിയൊരു കുട്ടി. പക്ഷേ 2025 ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 11 വയസ്സിൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ഒരു വിദ്യാർത്ഥിയാണ് ഹാനി. അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായി ഒരു സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവിലേക്ക് വന്ന ആളാണ് ഹാനി. അതുപോലെ വിവിധ ഹാക്കത്തോണുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിലെ വിന്നറാണ് ഹാനി. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നതിന് ഒരു എക്സാമ്പിളായാണ് ഹാനി നവാസ് ഇന്ന് നിൽക്കുന്നത്. ഹാനിയെ പോലുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവരെ റിയൽ ഇൻഡസ്ട്രി എന്താണെന്ന് പരിചയപ്പെടുത്തി അതിൽ ട്രെയിൻ ചെയ്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുക എന്നുള്ളതാണ് സ്റ്റെയ്പ്പിൻ്റെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് നാട്ടിലൊരു വലിയ മാറ്റം സംഭവിക്കുന്നത്. 11ാം വയസ്സിൽ കരിയർ കെട്ടിപ്പടുത്ത് സ്വന്തമായി സമ്പാദിച്ചു തുടങ്ങിയ ഹാനി ടെക്നോളജിയോട് കൂടുതൽ കൂട്ടുകൂടി ഇനിയും അത്ഭുതങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രയത്നത്തിലാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.